UDFന് നാളിതുവരെ കിട്ടാത്ത ലീഡ് നിലയാണ് കോതമംഗലം നിയോജകമണ്ഡലത്തിൽ ഷിബു തെക്കുംപുറം ഇത്തവണ നേടിയത്. സ്വന്തം ബൂത്തിൽ 250-ലേറെ വോട്ടിന്റെ ലീഡ് ലഭിച്ചു ഷിബു തെക്കുംപുറത്തിന്. അതേസമയം 22 വോട്ടിന്റെ ലീഡ് മാത്രമാണ് സ്വന്തം ബൂത്തിൽ എതിർ സ്ഥാനാർത്ഥിയായ ആന്റണി ജോണിന് ലഭിച്ചത്. 50% ബൂത്തുകൾ എണ്ണി പൂർത്തിയായപ്പോഴേക്കും ഷിബുവിന്റെ വിജയം ഉറപ്പിച്ചിരുന്നു. തുടർച്ചയായി 2 തവണ നഷ്ടപ്പെട്ട കോട്ട UDF തിരികെ പിടിച്ചത് ഷിബു തെക്കുംപുറത്തിനെ കളത്തിലിറക്കിക്കൊണ്ടാണ്. 16,859 വോട്ടിന്റെ ഭൂരിപക്ഷം. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ 6,605 വോട്ടിനാണ് എതിർ സ്ഥാനാർത്ഥി ആന്റണി ജോണിനോട് ഷിബു തെക്കുംപുറം പരാജയപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഷിബു തെക്കുംപുറത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി UDFൽ തർക്കങ്ങൾ രൂപപ്പെട്ടു. എന്നാൽ മണ്ഡലത്തിലെ തന്നെ UDFന്റെ എക്കാലത്തെയും മികച്ച ഭൂരിപക്ഷമായ 16,859 വോട്ട് നേടിക്കൊണ്ട് ഷിബു തെക്കുംപുറം വിജയിച്ചു. ആദ്യം എണ്ണി തുടങ്ങിയത് കോട്ടപ്പടി പഞ്ചായത്തിലെ ബൂത്തുകളിൽ നിന്നാണ്. അവിടെ നിന്ന് തന്നെ ഷിബു തെക്കുംപുറം മുന്നേറ്റം തുടങ്ങിയിരുന്നു. ആകെയുള്ള ബൂത്തുകളിൽ 50% എണ്ണിക്കഴിഞ്ഞപ്പോഴേക്കും ലീഡ് 7,000 കടന്നു. LDF ശക്തികേന്ദ്രമായ നെല്ലിക്കുഴിയുടെ കാര്യത്തിൽ ചിലർ സംശയം പ്രകടിപ്പിച്ചെങ്കിലും ലഭിച്ചത് 1,400-ലേറെ ലീഡ്. ഇതോടെ വിജയം സുനിശ്ചിതമായി. ആന്റണി ജോണിന്റെ സ്വന്തം പഞ്ചായത്തായ വാരപ്പെട്ടിയിൽ പോലും ഷിബു തെക്കുംപുറത്തിനായിരുന്നു ലീഡ്. സ്വന്തം ബൂത്തിൽ 256 വോട്ട് ലീഡ് ലഭിച്ചു ഷിബു തെക്കുംപുറത്തിന്. അതേസമയം ആന്റണി ജോണിന് ലഭിച്ചത് സ്വന്തം ബൂത്തിൽ 22 വോട്ടിന്റെ ലീഡ് മാത്രമാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.